എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ല വെള്ള നിറത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിക്ക് പായസം അഥവാ ഇളനീർ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഒരു പായസം ഒരു സ്പൂൺ നിങ്ങൾ കഴിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഓണത്തിന് ഒരു വെറൈറ്റി ആയിട്ട് ഈ ഒരു കരിക്ക് പായസം തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഇത് ബോളിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇത് ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കരിക്ക് പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് 3-4 കരിക്ക് എടുക്കുക കേട്ടോ. കരിക്ക് പൊട്ടിച്ച് അതിലെ വെള്ളവും കഴമ്പും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് വെക്കാം. ഒരുപാട് കട്ടി കൂടിയ കഴമ്പുള്ള കരിക്ക് എടുക്കരുത് കേട്ടോ, അത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടാണ്, ഫ്ലേവറും കുറവായിരിക്കും. കരിക്കിൻ്റെ കഴമ്പെല്ലാം ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് എടുക്കാം. കഴമ്പിൻ്റെ ബാക്കിൽ ബ്രൗൺ കളറിലെ സ്കിൻ ഉണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ആ ഒരു ബ്രൗൺ കളറിലെ സ്കിൻ ഒട്ടും വരാതെ നോക്കണം. അത് പായസത്തിൽ കിടന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും, മാത്രമല്ല കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. കഴമ്പെല്ലാം എടുത്തു കഴിഞ്ഞാൽ പകുതി പോർഷൻ മിക്സിയിലേക്ക് ഇട്ട് കരിക്കിൻ വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കണം. ബാക്കി കഴമ്പ് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. പാലടയ്ക്കൊക്കെ അട എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇനി പായസം തയ്യാറാക്കാം. ചൂടായ ഉരുളിയിലേക്ക് 1 ലിറ്ററോളം പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് മിൽമ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാല് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കരിക്കിൻ്റെ പൾപ്പ് ഇതുപോലെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് ചേർത്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചറിലുള്ള ഒരു വ്യത്യാസം കൊണ്ട് കട്ട കെട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. പൾപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കട്ട് ചെയ്ത കരിക്കും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കരിക്കൊക്കെ നന്നായിട്ട് വെന്ത് പായസം ഒന്ന് തിക്കായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാമോളം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തത്. പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആവാൻ 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് 1 കപ്പോളം ചെറിയ തേങ്ങയിലേക്ക് ബാക്കിയുള്ള കരിക്കിൻ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ആ ഒരു തേങ്ങാപ്പാലും കൂടി ഈ പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാലും കൂടി ചേർത്ത് പായസം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് നെയ്യിൽ കാഷ്യൂനട്ടും റേസിൻസും കൂടി ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിക്ക് പായസം റെഡി. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് പരിപ്പ് പായസവും പാലട പ്രഥമനും ഒക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു കരിക്ക് പായസം കൂടി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കരിക്ക് പായസം ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.